ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമുക്ക് കോർസിക്കാനിലേക്ക് പോകാം. ഈ ഒരു പ്ലേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ UAE ആദ്യമായിട്ട് മലയാളികൾ എത്തിച്ചേർന്ന ഒരു കടൽ തീരം കൂടിയാണ് ഈ ഒരു കോർസിക്കാൻ. കേരളത്തിൽ നിന്ന് കടൽമാർഗം UAE വരുമ്പോൾ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന സ്ഥലമായതുകൊണ്ടാണത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 2 മണിക്കൂറോളം യാത്ര വരുന്നുണ്ട്. പോകുന്ന വഴിക്ക് ധാരാളം കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഷാർജയിൽ തന്നെയാണ് യാത്ര തുടങ്ങിയത്. ഈ മരുഭൂമിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നേരെ കോർസിക്കാനിലേക്ക് പോകാം. അതുപോലെ സിറ്റിയിലൊക്കെ കാണുന്ന പോലുള്ള വലിയ ബിൽഡിങ്ങുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ചുറ്റും മലകളാണ് കൂടുതലും. ഈ മലകളൊക്കെ ഇടിച്ചിട്ടാണ് ഇവിടേക്കുള്ള റോഡും തുരങ്കങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. മലകളൊക്കെ ഇടിച്ച് ഏകദേശം 5 ടണലുകളോളമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ മലകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ധാരാളം വണ്ടികൾ സൈഡിലൊക്കെ നിർത്തി മലകളുടെ സൈഡിൽ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മലയുടെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റേഴ്സും കാണാൻ പറ്റുന്നുണ്ട്. എവിടെ നോക്കിയാലും ഇവിടെ ചുറ്റും മലകൾ മാത്രമേ കാണാനുള്ളൂ. ഇപ്പോൾ ഇവിടെ ധാരാളം ഷോപ്പുകളും കാണുന്നുണ്ട്. നേരത്തെയൊക്കെ ഇവിടേക്ക് വരുന്നവരുടെ എണ്ണം കുറവായിരുന്നു. ഇപ്പോൾ സൗകര്യങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തിയതുകൊണ്ടായിരിക്കും ധാരാളം ആൾക്കാരും ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ സിറ്റി ലൈഫിൽ നിന്നുള്ളൊരു എസ്കേപ്പ് കൂടിയാണ് ഈ സ്ഥലം. പഴയ ആൾക്കാരൊക്കെ താമസിച്ച വീടുകളും പിന്നെ ഇവിടെയുള്ള മലകളൊക്കെ കാണാൻ ഒരു വ്യത്യസ്തത തന്നെയാണ്. രണ്ട് ദിവസം ഈദ് ഹോളിഡേ ആയതുകൊണ്ട് റോഡിൽ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു.
സിറ്റിയിലേക്ക് കയറുമ്പോൾ തന്നെ വാട്ടർ ഫൗണ്ടൻസ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. അങ്ങനെ നമ്മൾ കോർഫുഖാൻ ബീച്ചിലെത്തിയിട്ടുണ്ട്. റോഡിൽ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഇവിടെ എത്താനും കുറച്ച് ലേറ്റായി. അതുകൊണ്ട് സൺസെറ്റും കാണാൻ പറ്റിയില്ല. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ബീച്ചിൽ നല്ല തിരക്കുണ്ട്. പിന്നെ ഇവിടെ ധാരാളം റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ധാരാളം പ്ലേ ഏരിയകളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അതിലൂടെ ചുറ്റിക്കറങ്ങി നടന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ മലയുടെ മുകളിൽ കുറച്ച് വെളിച്ചമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതെന്തെന്ന് കറക്റ്റായിട്ട് മനസ്സിലായില്ല. അവിടെ ഇനി എന്താ ഉള്ളത് നമുക്ക് നോക്കാനും പറ്റിയില്ല. അപ്പോൾ ബീച്ചിലൊക്കെ കുറേ നേരം അങ്ങോട്ട് നടന്നു. പിന്നെ വെള്ളത്തിലൊക്കെ കുറച്ച് കളിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരത്തെ എത്തുകയാണെങ്കിൽ നമുക്ക് ബോട്ടിങ്ങൊക്കെ പോകാമായിരുന്നു. അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ബീച്ചിലിറങ്ങി കുളിക്കാനൊന്നും നിന്നില്ല. കുറച്ച് നേരം അങ്ങനെ തിരമാലയിലൊക്കെ കുറച്ചിങ്ങനെ കളിച്ചുകൊണ്ട് നടന്നു. ശരിക്കും പറഞ്ഞാൽ എത്ര കണ്ടാലും മടുക്കാത്ത ഒന്നാണ് ഈ കടലും തിരമാലകളൊക്കെ. അങ്ങനെ കുറേ നേരം ബീച്ചിൽ തിരമാലകൾക്കൊപ്പം കുറച്ച് നേരം കളിച്ച് നടന്നു. ഇനി നമ്മൾ തിരിച്ച് നടക്കുകയാണ്.
കോർഫുഖാനിലേക്ക് വരുമ്പോൾ ഒരു മെയിൻ അട്രാക്ഷൻ ഈ ഒരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം. അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിനും അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നതിനായിട്ട് ധാരാളം പേര് അവിടെ നിൽക്കുന്നുണ്ട്. അവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് ഈ ഒരു ആംഫി തിയേറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.